ഹായ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായത് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് ഓട്സ്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ അതിനൊപ്പം ചേർക്കുന്നതിന് വേണ്ടി ഇതുപോലെ കുറച്ച് റവ, പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ അഡീഷണൽ ചേർത്തതാണ്. ഇതുപോലെ നമുക്ക് ക്യാരറ്റോ എന്തെങ്കിലും വെജിറ്റബിൾസോ സവാളയോ ഒക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നവർക്ക് തൈര് ചേർക്കാം. ഞാൻ ഇതിൽ തൈരൊന്നും ചേർത്തിട്ടില്ല. ഈ ഓട്സ് നമുക്ക് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. ഇത് മിക്സിയിലൊന്ന് പൊടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുന്നത്. ഓട്സിൽ ധാരാളം ഫൈബറുകളും ധാതുക്കളും വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകൾ നമ്മുടെ ദഹനത്തെ സഹായിക്കും. അതുപോലെ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ഓട്സ് ദിവസവും ഉപയോഗിക്കാം. വറുത്ത ഓട്സ് മിക്സിയിലൊന്ന് നമുക്ക് തരിതരിപ്പായി പൊടിച്ചെടുക്കാം. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന റവ കൂടി ആഡ് ചെയ്യാം. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതുപോലെ ഓട്സ് പൊടിച്ചിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കാം. പുട്ടും ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ രാവിലെ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചാൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അധികം ലൂസാവാൻ പാടില്ല. ഇഡ്ഡലിയുടെ പരുവം നമുക്കറിയാമല്ലോ. ഇഡ്ഡലിയുടെ പരുവത്തിന് നമുക്കിതെല്ലാം ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. കൊളസ്ട്രോളും BP ഒക്കെ ഉള്ളവർക്കും ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഓട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഓട്സ് വെച്ചിട്ടുള്ള പുട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി ഇതൊക്കെ നമുക്ക് ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ എപ്പോഴും ഹെൽത്തിയായ പലഹാരങ്ങളാണ്. നമുക്കിതുപോലെ രാവിലെ തയ്യാറാക്കി കഴിക്കാം. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് ഇതുപോലെ കലക്കിയതിന് ശേഷം അല്പം സോഡാപ്പൊടി കൂടി വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി കൂടെ ചേർത്ത് ഈ മിക്സ് നല്ലതുപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതല്ല പെട്ടെന്ന് സമയമില്ലാത്തവർക്കാണെങ്കിൽ അപ്പോഴും തന്നെ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. ഇഡ്ഡലി തട്ടിൽ അല്പം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ മാവ് അതിലൊഴിച്ച് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഓട്സ് വെച്ചിട്ട് ഇതുവരെയും ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഹെൽത്തി മാത്രമല്ല ടേസ്റ്റിയുമാണ്. ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്സ് വെച്ചിട്ടുള്ള ഇഡ്ഡലി. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ടേസ്റ്റിയായ ഹെൽത്തിയായ ഓട്സ് ഇഡ്ഡലി തയ്യാറായി. ശരീരഭാരം നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ ഓട്സ് വെച്ചിട്ടുള്ള ഒരു ഇഡ്ഡലി ആയിക്കോട്ടെ. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ഫൈബറുമെല്ലാം വിശപ്പ് തോന്നാതിരിക്കാനും അമിത ഭക്ഷണം ഒഴിവാക്കാനും സഹായിക്കുന്നു. മാത്രമല്ല ശരീരത്തിനാവശ്യമായ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു.